നമസ്കാരം. ഇന്നലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എനിക്കിഷ്ടമുള്ള, എന്നാൽ തമ്മിൽ കണ്ടിട്ടില്ലാത്ത മറുനാടൻ ഷാജൻ സ്കറിയയുടെ ഒരു എപ്പിസോഡ് കണ്ടു. കഴിഞ്ഞ ആഴ്ചയിൽ എപ്പോഴും സംഭവിച്ച ബസ്സിൽ വെച്ച് മരണപ്പെട്ട ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മരണത്തിന് കാരണമായ ഒരു പെൺകുട്ടിയുടെ ജയിലിനുള്ളിലെ പൊട്ടിക്കരച്ചിലായിരുന്നു വിഷയം. ഇനി അവളെ വിഷമിപ്പിക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഷാജൻ സ്കറിയയുടെ ഇത്രയും കാലത്തെ വാർത്താ വായനയ്ക്കിടയിൽ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചത്, എന്തിനാണ് ഷാജൻ സ്കറിയ അത്തരത്തിൽ ഒരു എപ്പിസോഡ് ചെയ്തത് എന്നതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ആ കുട്ടി നിരപരാധിയാണ് അല്ലെങ്കിൽ അപരാധിയാണോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ വിഷയമായിരിക്കും. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ, ഇല്ലെങ്കിൽ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചിന്ത, എന്തിനാണ് അത്തരത്തിൽ ഒരു വിഷയം? ഒരാളെ ബോധപൂർവം, ഒരു പരിചയവുമില്ലാത്ത ഒരാളെ ബോധപൂർവം ഇല്ലായ്മ ചെയ്യാൻ, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ അത്തരത്തിലൊരു മാനസികാവസ്ഥ ആ പെൺകുട്ടിക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ആ പെൺകുട്ടി കണ്ട ലോകത്തിനകത്ത്, ആ വൃത്തത്തിനുള്ളിൽ സ്വയം പ്രശസ്തയാകാൻ, അത് പ്രശസ്തയാണോ കുപ്രസിദ്ധിയാണോ എന്നുള്ളതാണ്. കുപ്രശസ്തയാണോ എന്നൊക്കെയുള്ള കാര്യം രണ്ടാമതാണ്. തിരക്കുള്ള ബസ്സിലേക്ക് കയറുകയും മൃദുല വികാരങ്ങൾ കൊണ്ട് ഒരാളെ ഉണർത്താൻ ശ്രമിക്കുകയും ചെയ്ത ശേഷം ആ ഭാഗം ഷൂട്ട് ചെയ്ത് ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും മിടുക്കിയാകാൻ ശ്രമിക്കുകയും അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകനായ ആ ചെറുപ്പക്കാരൻ അപമാനം താങ്ങാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. കുട്ടിക്ക് മാനസാന്തരം വന്നിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ പിറ്റേ ദിവസവും ആ ചെയ്തത് ശരി തന്നെയാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വിധം ആ കുട്ടി സംസാരിക്കുകയും ചെയ്തു. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പക തോന്നാം. വഞ്ചിക്കപ്പെട്ട പുരുഷനോട് പക തോന്നാം. ആ പക തീർക്കാനായിട്ട് ഏത് മാർഗത്തിലൂടെയാണെങ്കിലും അവർ ശ്രമിക്കുകയും ചെയ്യും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എൻ്റെ കപടസന്യാസിയുടെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകത്തിൽ എൻ്റെ ജീവിതത്തിലൂടെ വന്ന് കടന്നുപോയിട്ടുള്ള സ്ത്രീകളുടെ പക, അവരിനി എത്ര ജന്മം ജനിച്ചു വന്നാലും ആ പക അടങ്ങാത്ത ചില സ്ത്രീകളുണ്ട്. നമ്മൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് ഞാൻ അതിൻ്റെ 2-3 വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഒന്ന്, ഒരിക്കൽ ഒരു സ്ത്രീ യാദൃശികമായി എന്നെ പരിചയപ്പെട്ടു. അവരെ എഴുത്തും വായനയൊക്കെ അറിയാവുന്ന സ്ത്രീയാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രശസ്തിയാകാൻ ആത്മീയമായിട്ട് ബന്ധമുള്ള സ്ത്രീയാണ്. ഞാനന്ന് ടീച്ചറിനെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. പുരുഷൻ്റെ മനസ്സ് തിരിച്ചറിയുന്ന, സ്ത്രീകളുടെ മനസ്സ് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലമൊക്കെ ഉണ്ടല്ലോ എല്ലാ പുരുഷനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ തുറന്നു പറയുകയാണ്. അങ്ങനെ സ്വതന്ത്രമായി, ഇല്ലെങ്കിൽ ഏകാന്തമായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീകൾ എന്താവശ്യങ്ങൾ, ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പലതവണ വിളിക്കുകയും നമ്മളോട് അടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്കതിൻ്റെ അബദ്ധം മനസ്സിലായി. നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ അബദ്ധം മനസ്സിലായി. ഞാൻ ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഒരു ദിവസം ഞാൻ വളരെ ദൂരെ താമസിക്കുമ്പോൾ ഈ സ്ത്രീ അവിടേക്ക് വരികയും ഞാൻ അന്നത്തെ ദിവസമേ വാതിൽ തുറന്നില്ല. ഞാൻ ദേശത്തെത്തുകയും, വണ്ടിയിലെത്തി ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുവാണ്, വരണം, കാണണം, എവിടെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ ഏതോ ജന്മത്തിലെ പുണ്യം കൊണ്ട് അവരുമായിട്ട് ഞാൻ അവിടെ ഇല്ല, ഞാൻ സ്ഥലത്തില്ല എന്ന് ഞാൻ പറയും. ഒരിക്കൽ പോലും ഞാൻ അവരെ ഒരു തവണ മാത്രമേ കണ്ടുള്ളൂ. രണ്ടാമതൊരു തവണ കണ്ടിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അവരെ പിന്നെ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ജീവിതത്തിലുടനീളം അവർ പറഞ്ഞു വരുത്തുന്ന അപഖ്യാതി എന്ത് കാരണത്തിനാണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. അവരെ പരസ്യമായി തന്നെ ഭർതൃമതിയായ ആ സ്ത്രീ മറ്റൊരു പുരുഷബന്ധമുള്ള അവരുടെ മറ്റേ പുരുഷബന്ധമുള്ള പുരുഷൻ്റെ ചേഷ്ടകളെല്ലാം പരസ്യമായി പറഞ്ഞ് നിർവൃതി കൊള്ളുന്ന ഒരു മാനസികാവസ്ഥ.
ഇവരല്ലെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനോരോഗത്തിന് അടിമയാണ്. പുരുഷൻ അതിനകത്ത് പോയി പെട്ടുപോയി കഴിഞ്ഞാൽ, ഞാനിതുപോലെ നിരവധി പേരെ കണ്ടിട്ടുണ്ട്, പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ തീർന്നത് തന്നെ. നമുക്കൊരിക്കലും അതിനകത്തൊരു സമാധാനം കിട്ടുക, ശാന്തി കിട്ടുക എന്ന് മാത്രമല്ല, മരണം വരെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ ഒരു നിമിഷം നമ്മൾ അതിജീവിച്ചില്ലെങ്കിൽ, ഞാനിത് പറയുന്ന ഒരുപാട് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ മുമ്പിൽ ഇപ്പോൾ വരുന്നത്, അവരോട് ഞാൻ ഒന്നിനും പോയിട്ടില്ല. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ തടിയും മരമൊന്നും അല്ലല്ലോ. സംസാരിക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രമായി സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പം പിന്നെ ജീവിതത്തിൽ പലരും എന്നോട് പറഞ്ഞു, ഈ സ്ത്രീ ഇങ്ങനെ അപഖ്യാതി പറയുന്നുണ്ടെന്ന്. നമ്മളവരെ കയറി പിടിക്കാൻ പോയില്ല, ഹിതമല്ലാത്ത മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ അവരോട് അപേക്ഷിച്ചില്ല. പിന്നെ പുരുഷനല്ലേ, സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ സംസാരിച്ചൊന്നിരിക്കും. സ്വതന്ത്രമായി സംസാരിക്കുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ മുഖംമൂടിയില്ലാതെ സംസാരിച്ചു എന്നൊക്കെ ഇരിക്കും. പക്ഷെ ആ പക, അവരെന്താണോ ലക്ഷ്യം കണ്ടത്, ആ ലക്ഷ്യത്തിലേക്ക് ആ പുരുഷൻ, തൻ്റെ എതിർദിശയിലുള്ള പുരുഷൻ എത്തിച്ചേരാത്തത് കൊണ്ട് എങ്ങനെയൊക്കെയാണോ നശിപ്പിക്കാൻ ശ്രമിക്കുക, അത് സംഭവിച്ചേ കൊണ്ടിരിക്കും. പക്ഷേ ഒരിക്കലെങ്കിൽ പോലും നമ്മളവരുടെ പിടിയിൽ വീഴാതിരുന്നാൽ അവർക്കിങ്ങനെ പറഞ്ഞു നടക്കാനേ കഴിയുകയുള്ളൂ. മറ്റൊരിക്കൽ ഒരു സുഹൃത്തിനോടൊപ്പം ഒരു ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ത്രീയുടെ വീട്ടിൽ പോയി. ഞാൻ ഉദാഹരണം പറയുന്നത് പുരുഷന്മാരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നറിയാനായിട്ടാണ്. അവർ മഞ്ചാടിക്കുരു വെച്ചൊക്കെ ഫലം പറയുന്ന ഒരു സ്ത്രീയാണ്. അവർ എൻ്റെ ഫലങ്ങളൊക്കെ നോക്കിയതിന് ശേഷം, ഞാൻ വെറുതെ പോയതാണ് മറ്റൊരാളുടെ കൂടെ, അവരുടെ പൂജാമുറിയിൽ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തു. എന്താണെന്നറിയില്ല. രണ്ടാമത് ഒരു വട്ടം മറ്റെന്തോ കാര്യത്തിന് വേണ്ടി മറ്റൊരാളോടൊപ്പം ഞാൻ അവിടെ ചെന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ എൻ്റെ ഫലങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നാഡീശാസ്ത്രം എടുത്തിട്ടുണ്ട്, നാഡീശാസ്ത്രത്തിലെ ഈ ഫലങ്ങൾ ഞാനൊന്ന് വായിക്കാം, ആ ഫലങ്ങൾ വെച്ച് ഒന്ന് രാശി നോക്കാൻ കഴിയുമോ? വളരെ 10 വർഷത്തിന് മുമ്പാണ്, ഇത്രയേ ഉള്ളൂ സംഭവിച്ചിട്ടുള്ളൂ. ആ സ്ത്രീയും ഇതുപോലെ അപഖ്യാതികളും അപമാനവും പറയുക, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഒരു പുരുഷനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരു മാനസികാവസ്ഥ പുരുഷനും ഉണ്ടാകും. ഏത് കാലക്കേടിനാണോ അത് പൂർവ്വജന്മമായിട്ട്, അതിൻ്റെ പൂർവ്വജന്മമായിട്ട് ഈ സ്ത്രീകളൊക്കെ നമ്മളാൽ നശിപ്പിക്കപ്പെട്ടതാണെങ്കിൽ ഈ ജന്മത്തിൽ തീർച്ചയായിട്ടും ഇവർ വന്ന് പെടും. നമ്മളെ നശിപ്പിക്കാനുള്ള ഒരു പീരീഡുണ്ട്. ആ പീരീഡ് നമ്മൾ അതിജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പെട്ടുപോയത് തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടം ഉൾപ്പെടെയുള്ളവരുടെ കാര്യം ഞാൻ പരിശോധിക്കുകയാണ്. പൂർവ്വജന്മത്തിലെ സ്ത്രീകളാണ്. രാഹുൽ മാങ്കുട്ടത്തിനെ ഞാൻ മാന്ത്രികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭവം കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും അദ്ദേഹം കാരാഗ്രഹവാസം അനുഭവിക്കുന്നുണ്ടല്ലോ. ജീവിതം അനുഭവിച്ച് തീർക്കാനാണ്, അഭിനയിച്ച് തീർക്കാനുള്ളതല്ല, അനുഭവിച്ച് തീർക്കാനാണ്. ആ അനുഭവിച്ച് തീർത്താൽ മാത്രമേ അടുത്തതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ശോഭനമായൊരു ഭാവി നഷ്ടപ്പെട്ടു പോയി. അവരെല്ലാം തന്നെ, ആ പെൺകുട്ടികളൊക്കെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിനെ ചേർത്ത് പിടിച്ചതാണ് ഒരു കാലഘട്ടം വരെ. സ്ത്രീയും പുരുഷനും ആകുമ്പോൾ അവർക്കിടയിൽ പൂർവ്വജന്മ ബന്ധമുണ്ടെങ്കിൽ ആ പൂർവ്വജന്മാർജിതമായിട്ടുള്ള ചില സൗഹൃദങ്ങൾ ഉണ്ടാകുകയും ആ സൗഹൃദങ്ങൾ അതിർത്തി വരമ്പുകൾ കടന്ന് മറ്റൊരവസ്ഥയിലേക്ക് ചെന്ന് ചേർന്ന് സ്വയം ഈ ജന്മം ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കപട സന്യാസിയുടെ ആത്മഹത്യക്കകത്ത് തന്നെ ഇത്തരം ഒരുപാട് വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കാറുണ്ട് അത്തരം കാര്യങ്ങൾ. പ്രായവും കാലവും ഒന്നുമില്ല. ഒരു ജനസമൂഹത്തിൽ നിൽക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളിൽപ്പെട്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരീക്ഷണങ്ങളിൽ പോയിപ്പെട്ട്, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല അവതരിച്ചതുപോലെ, ഒരു അവതാര പുരുഷനായി അവതരിച്ച പോലെ എല്ലാവരും പെട്ടില്ലേ? അതേപോലെ സ്ത്രീകളും പെടും. അങ്ങനെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എൻ്റെ മുമ്പിൽ. ഞാൻ ആൺകുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നും പെൺകുട്ടികൾ അത്തരത്തിൽ ഒരാളെ നശിപ്പിക്കാൻ ശ്രമിക്കരുതെന്നും പറഞ്ഞു തുടങ്ങിയതിൽ എൻ്റെ ഉദാഹരണങ്ങൾ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നോക്കൂ, അച്ഛനും അമ്മയ്ക്ക് ഏക മകനായ ആ ദീപക്, അയാൾക്കേറ്റ മാനസികമായ ആഘാതം പെൺകുട്ടിക്കതൊരു തമാശയായിരുന്നു. ഷാജൻ പറയുന്ന വാർത്തയിൽ കേട്ടത്, ആ പെൺകുട്ടി കുറ്റവാളികളായ സ്ത്രീകളോടൊപ്പം ഏകാന്തമല്ല മനസ്സിൻ്റെ ഏകാന്തതയിൽ കഴിഞ്ഞുപോയ ആ ദുർഘടമായ നിമിഷങ്ങൾ ഒരു ചെറുപ്പക്കാരനെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് സ്വയം പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ
അവനൊരിക്കലും ആത്മഹത്യ ചെയ്യും എന്ന് വിചാരിച്ചില്ല. ദുർബല വികാരങ്ങളുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട്, സ്ത്രീകളുമുണ്ട്. താങ്ങാൻ പറ്റാത്ത വിധം വഞ്ചിക്കപ്പെട്ടു പോകുന്ന ഒരുപാട് സ്ത്രീകളും വഞ്ചിക്കപ്പെട്ടു പോകുന്ന പുരുഷന്മാരുമൊക്കെ ഒരു ചെറിയ ശതമാനത്തിന് മാത്രമേ ഇതൊക്കെ പിടിച്ച് നിൽക്കാൻ കഴിയുകയുള്ളൂ. അവർക്ക് താങ്ങാൻ പറ്റാത്ത കഴിയുള്ള ആത്മബന്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പൂർവ്വജന്മത്തിലുള്ള ഹൃദയബന്ധങ്ങൾ ശക്തമാണെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതാണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്. ഷാജൻ അവരെ ന്യായീകരിച്ചതാണോ എന്ന് എനിക്കറിയില്ല. ഷാജൻ പറഞ്ഞത് ആ പെൺകുട്ടിയെ ഇനി വിഷമിപ്പിക്കരുത് എന്നാണ്. പക്ഷെ അത് പറയുമ്പോൾ ആ പെൺകുട്ടി കാരണം അഗാധമായ ഇരുട്ടിലേക്ക് ആണ്ടുപോയ, മഹാദുരന്തത്തിലേക്ക് ആണ്ടുപോയ ആ കുടുംബം, ആ കുട്ടി തീർച്ചയായും ശിക്ഷ അർഹിക്കുന്നത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മറ്റൊരു പെൺകുട്ടി ഇനി ഇത്തരത്തിലൊരു കാര്യത്തിന് മുതിരരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം വിപത്തുകൾ ഉണ്ടാകുമെന്നും ഇത് പുരുഷൻ്റെ ജീവിതം വെച്ച് പന്താടാനുള്ളതല്ലെന്നും, ഇനിയിപ്പോൾ സ്ത്രീകളാണെങ്കിൽ പോലും അത് പാടില്ല, സ്ത്രീകളോടാണെങ്കിലും അത് പാടില്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ആ കുട്ടി ചെയ്തതിൻ്റെ ശിക്ഷ അത് അനുഭവിച്ചേ പറ്റൂ. ഞാനിതൊരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ കാരണം, ഇപ്പോൾ ഞാൻ ഈ അടുത്ത ഫെബ്രുവരി 17, 18, 19, 20 തീയതികളിൽ ഇവിടെ കണ്ണയക്ഷി ഉപാസനയിലൂടെ മനുഷ്യൻ്റെ ഫലം പറയുന്നുണ്ട്. മനുഷ്യരുടെ 20 പേര് വെച്ചൊക്കെ പറയാൻ പറ്റുള്ളൂ. അവിടെ വരുന്ന നല്ല ശതമാനം ആൾക്കാരും ഇതുപോലെ വഞ്ചനയിൽപ്പെട്ട പെൺകുട്ടികൾ, അവരുടെ കണ്ണീർ, അവരുടെ ദുഃഖങ്ങൾ, പുരുഷന്മാരൊരു 3% ഉണ്ടാവും, ബാക്കിയെല്ലാം പെൺകുട്ടികളാണ്. ചില പെൺകുട്ടികൾക്ക് ഇതിനേക്ക് അതിജീവിക്കാനുള്ള കരുത്തുണ്ടാവും, മാനസികാവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഷാജൻ സ്കറിയ എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് പ്രിയപ്പെട്ട, എനിക്ക് വാർത്തകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഞാനെപ്പോഴും കേൾക്കുന്നത് ഷാജൻ്റെ വാർത്താ അവതരണവും വിലയിരുത്തലുകളും ഒക്കെ ഒറ്റയ്ക്ക് പോരാടി യുദ്ധം ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് ഇന്നലത്തെ എപ്പിസോഡുകൾ കണ്ടപ്പോൾ എനിക്കതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല. നമ്മളല്ല അതിൻ്റെ ശിക്ഷ വിധിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, അത് പെൺകുട്ടികൾക്ക് നാളത്തെ ഇത്തരം ജീവിത രീതികൾ തിരഞ്ഞെടുക്കുന്ന, സമൂഹത്തിലെ രാഷ്ട്രീയ പൊളിറ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞത്. അവർ ഇതുപോലെ ദുർബല വികാരങ്ങൾക്ക് അടിമയായി പോയിട്ടുണ്ടാവും. മറ്റേ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ മാംസളമായ ശരീരം ഒരു പുരുഷൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവൻ്റെ വികാരങ്ങൾ ഉണർത്തിയെടുത്ത് അവനെ ചുറ്റുമുള്ള അവൻ്റെ ബോധത്തെ മറച്ചുകൊണ്ട് അത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ കുറ്റബോധം കൊണ്ട് ഈ പെൺകുട്ടിക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ, കുറ്റബോധമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല വക്കീലന്മാരുണ്ടെങ്കിൽ ഇവരെയൊക്കെ രക്ഷപ്പെടുത്തിയൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ മരണം വരെ, ഈ ജന്മം അവസാനിക്കുന്നവരെ ഇയാളുടെ രൂപം, ഞാൻ കാരണം ഒരാൾ മരണപ്പെട്ടു പോയല്ലോ, താനൊരാളുടെ മരണത്തിന് ഉത്തരവാദിയായല്ലോ, തനിക്ക് ജീവിതത്തിൽ പക്വതയില്ലാതായി പോയില്ലേ? അങ്ങനെ പക്വതയില്ലാത്ത ഒരാളെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അല്ലെങ്കിൽ ജനസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയാണോ ഇപ്പം കാരാഗൃഹത്തിൽ കിടന്ന് കണ്ണീരൊഴുക്കുന്നത്? ആ ഒഴുക്കുന്ന കണ്ണീരിന് ഒരർത്ഥവുമില്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം ആ കുട്ടി ചെയ്തത് 100% തെറ്റാണ്. സമൂഹം, ലോകത്താര് കേട്ടാലും പയ്യനൊക്കെ തെറ്റൊക്കെ ഉണ്ടാവും. ഞാൻ ദീപക്കിനെ 100% ന്യായീകരിക്കുന്നൊന്നുമില്ല, അദ്ദേഹത്തിനെ വെള്ളപൂശുന്നതുമില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മൃദുല വികാരങ്ങൾക്ക് അടിമയാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. തിരക്കുള്ള ബസ്സിൽ അപ്പോൾ പെൺകുട്ടിക്ക് ചെയ്യാമല്ലോ, അങ്ങോട്ട് മാറി നിൽക്കാൻ പറയാം. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അത്തരത്തിൽ നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചാൽ, അത്തരം മാനസികമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മുമ്പിലോട്ടും പുറകിലോട്ടും ഒന്ന് നോക്കിയതിന് ശേഷം മാറി നിൽക്കാം. അതൊന്നും അവിടെ സംഭവിച്ചില്ല. കാരണം പൂർവ്വജന്മത്തിലെ ശത്രുത കൊണ്ടാവാം ഒരു സ്ത്രീ കാരണം. അവിടെ ജാതിമതങ്ങളൊന്നുമില്ല. ജാതിമതഭേദമന്യേ ഇത്തരം വികാരങ്ങൾക്ക് ആ ദുർബലമായ നിമിഷത്തിന് അടിമപ്പെട്ടു പോയി ആ മരണത്തിന് പുൽകേണ്ടി വന്ന ഒരു മാനസികാവസ്ഥ ചെറുപ്പക്കാരൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇത്തരം ഒരു അവസ്ഥകളിലൂടെ കടന്നു പോയതാണ്. കാരണം കാട്ടിക്കൂട്ടുന്ന ചില ദുഷ്കർമ്മങ്ങൾ, ഒരു തെറ്റുകളും ചെയ്യാത്ത, അബദ്ധങ്ങൾ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ഒരാളെ തൃപ്തിപ്പെടുത്താനായിട്ട് തെറ്റായ വാർത്തകൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ, ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ, എന്ത് തെറ്റ് ചെയ്തിട്ടാണ്. നമ്മളിപ്പോൾ കോടതിയിൽ പോയാൽ പോലും നല്ല വർഷങ്ങളെടുക്കും അതിൻ്റെയൊക്കെ സത്യങ്ങൾ പുറത്തു വരാം. സത്യങ്ങൾ പുറത്തു വന്നിട്ട് എന്താണ്?
സത്യങ്ങൾ പുറത്ത് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമേ അല്ല. പക്ഷേ ഇതിൻ്റെ ഒരു പാപഫലങ്ങൾ, ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പാപഫലങ്ങൾ, അത് ചെയ്യുന്ന ഇപ്പം തന്നെ കണ്ടില്ലേ, മന്ത്രി ശശീന്ദ്രനെ കുരുക്കിയവർ ഒരു പത്രപ്രസ്ഥാനം മുഴുവൻ നശിച്ചുപോയി. പെൺകുട്ടിയെ, കൊച്ചുമകളുടെ പ്രായമുള്ളൊരു പെൺകുട്ടിയെ കൊണ്ട് വിളിച്ച് സംസാരിപ്പിച്ച് അങ്ങനെ ഒരു അവസ്ഥയുണ്ടാക്കിയതാണ്. പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു ചാനലിന് പ്രസിദ്ധി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അത് കുപ്രസിദ്ധിയായിപ്പോയി, ആ പ്രസ്ഥാനം നിലച്ചുപോയി എന്നുള്ളതാണ്. അതിലൊരുപാട് പേര് ജയിലിൽ കിടക്കേണ്ടി വന്നു, ഒരുപാട് ദുരിതങ്ങൾ അതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്നു. ഒരു വലിയ വമ്പൻ പ്രസ്ഥാനം, ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രവർത്തന സ്ഥാപനം മുഴുവൻ നിശ്ചലമായി പോയി, സ്തംഭിച്ചു പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത്തരത്തിലുള്ള അതൊന്നും പത്രപ്രവർത്തനത്തിൻ്റെ രീതിയല്ല. മനുഷ്യൻ്റെ ചെറിയ ചെറിയ മനസ്സുകളിലൂടെ കടന്നു പോകുന്ന, പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് സമ്പന്നനാവാൻ കഴിയുക, പെട്ടെന്ന് അങ്ങനെയാണ് പ്രശസ്തിയിലേക്ക് ഉയരാൻ പറ്റുക, പ്രശസ്തിയിലേക്ക് ഉയരാൻ വേണ്ടി കണ്ടെത്തിയ മാർഗമാകട്ടെ കുപ്രസിദ്ധി മാത്രമല്ല, ജീവിതത്തിൻ്റെ നല്ല കഴിവുള്ള ഒരുപാട് പത്രപ്രവർത്തകർ അതിനകത്തുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ജയിലറുകളിൽ കിടന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിലുടനീളം അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ തുലാസിൽപ്പെട്ട് ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്. ഒരിക്കലും ഉയരാൻ പറ്റാത്ത വിധം താഴ്ചയിലേക്ക് ആണ്ടുപോയി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ്റെ മനസ്സെപ്പോഴും നമ്മളൊരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് അതിൽ സത്യമുണ്ടോ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ശുദ്ധിയുണ്ടോ, ഇതാരെയെങ്കിലും വേദനിപ്പിക്കുന്നതാണോ, അങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട് നമുക്കെന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണോ, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ തുറന്ന് സംസാരിക്കുന്നത്. എൻ്റെ വിഷയങ്ങൾ തന്നെ ഞാൻ അവതരിപ്പിക്കാനുള്ള ഇതിൻ്റെ ഒരു കാരണം. ഇന്നലെ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചിരുന്നു, കപട സന്യാസിയും നോവുകടലും മജ്ജയമാംസവും മാലയൊക്കെ വായിച്ചിട്ട്, സ്വാമി എന്തിനാണ് സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തി എഴുതുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ സ്വയം കുറ്റപ്പെടുത്തിയാൽ മാത്രമേ, നമ്മുടെ കുറ്റങ്ങൾ നമുക്ക് തിരുത്തിയാൽ മാത്രമേ നമുക്ക് ഒരാളോടൊരു മറുപടി പറയാൻ പറ്റൂ. നീ ആ അനുഭവത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ. നെടുമുടി ചേട്ടനാണ് അതിനകത്ത് അവതാരിക എഴുതിയത്. അതിന് തന്നെ ചോദിച്ചു, എന്തിനാണ് കപട സന്യാസി എന്ന് എഴുതിയത്? എനിക്കൊരിക്കലും സന്യാസിയൊന്നും ആവാൻ പറ്റില്ല. ഞാനതിൻ്റെ ഒരു സന്യാസം എന്താണ്, ഒരു സന്യാസി എന്താവണം, എങ്ങനെയാവണം, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു കാമുകൻ എങ്ങനെ ആയിരിക്കണം, ഒരു പിതാവ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഞാൻ വളരെ വളരെ വിശദമായിട്ട് അതിനുള്ളിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കടന്നു വന്ന മേഖലകൾ, അനുഭവങ്ങൾ സമ്പത്താകുന്നതാണ് സമ്പത്ത്. ആ സമ്പത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ജീവിതത്തിന് മൂല്യമുണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉദാഹരണം തന്നെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് മാനസിക വളർച്ച പറ്റാത്ത, തനിക്ക് ചുറ്റുമുള്ള ലോകമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുതാണെന്നും എന്ന് വിചാരിക്കുന്ന പെൺകുട്ടികളും, ലോകത്തെ അറിയാതെ ഭൗതിക സുഖങ്ങളിൽ വീണു പോകുന്ന ചെറുപ്പക്കാരും, കാലത്തിൻ്റെ വളർച്ച അറിയാതെ പോകുന്നവരുമൊക്കെ സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മരണം, അത് കഴിഞ്ഞ് ഒരു ഭർത്താവ്, ഒരമ്മയും മകളുടെ മരണം, അമ്മയും മകളുമായിട്ടുള്ള ആത്മബന്ധം, പിന്നെ ഒരു വാർത്ത കേട്ടു, ആ ചെറുപ്പക്കാരന് സ്ത്രീകളെക്കാൾ സുന്ദരിയായ ഭാര്യയും അമ്മയുമുണ്ട്. ഇയാളെ സഹിക്കാൻ വയ്യാതെ അവർ ആത്മഹത്യ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ചെറുപ്പക്കാരൻ്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നു. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. മരണം നമ്മൾ തിരഞ്ഞെടുക്കരുത്. മരിച്ചു കഴിഞ്ഞാൽ പ്രേതാത്മാവായി നിലകൊള്ളും. എത്രയോ ജന്മം ഒരു ദൈവം ഒരാളെ സൃഷ്ടിക്കുമ്പോൾ നീ മരിക്കേണ്ട സമയം എപ്പോഴാണ്, നിൻ്റെ കാലം എപ്പോഴാണ് എന്ന് പറയും. നിനക്ക് കാലം വരുന്ന നേരം എപ്പോഴാണ്, അപ്പോൾ മാത്രമേ നീ അനുഭവിക്കാനുള്ളതെല്ലാം നീ പൂർവ്വജന്മത്തിൽ നിന്ന് ആ ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലങ്ങളെല്ലാം തന്നെ അനുഭവിച്ച് ഈ ജന്മം കൊണ്ട് അത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നിനക്ക് മരണമുണ്ടാവുകയുള്ളൂ. അല്ല, നീ സ്വയം മരണത്തെ തിരഞ്ഞെടുത്താൽ, മൃത്യുവിലേക്ക് നീ ചെന്ന് ലയിച്ചാൽ മൃത്യു നിന്നെ സ്വീകരിക്കത്തില്ല. മൃത്യു നിന്നെ പുറംകാലുകൊണ്ട് പുറത്തേക്ക് തള്ളും. നീ പ്രേതാത്മാവായി, വെറും ധൂമമായി, വസ്ത്രങ്ങളില്ലാതെ, എന്നുവെച്ചാൽ മുൾച്ചെടികളിലൂടെ, കല്ലിമുൾച്ചെടികൾ നിൽക്കുന്ന സ്ഥലം, പനങ്കാടുകൾ, പാറക്കെട്ടുകൾ ഒക്കെ ചെന്ന് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. പ്രേതാത്മാക്കൾ, ശ്മശാനങ്ങൾ, ആയിരക്കണക്കിന് ശവങ്ങളിങ്ങനെ കൊണ്ടുവന്ന് കത്തിച്ച് ചാമ്പലായി കഴിയുമ്പം അത് പോയി ഇതിൻ്റെ ദുർഗന്ധം സഹിച്ചു നിൽക്കേണ്ട മാനസികാവസ്ഥ. ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്യരുത്.
മരണമെന്ന് പറയുന്ന ശാശ്വതമായ സത്യം, ജനനവും മരണവും ഈശ്വരൻ പറഞ്ഞിട്ടുള്ള പ്രപഞ്ചശക്തി തീരുമാനിച്ചിട്ടുള്ളതാണ്. നമ്മൾ കാരണം ഒരാൾ മരിക്കപ്പെടുകയോ, ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് വരാൻ പോകുന്നത് വലിയ ആപത്താണ്. കാരണം നമ്മൾ കാരണം ഒരാൾ മരണപ്പെട്ടു. ആ പ്രേതാത്മാവ് അലഞ്ഞു നടന്നിടത്തോളം കാലം ഈ പെൺകുട്ടിക്ക് ഇനി ജയിലിലാണെങ്കിലും പുറത്താണെങ്കിലും ഈ പെൺകുട്ടിയുടെ മാനസികമായ ഒരു തകർച്ചയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവച്ഛവമായി ജീവിക്കേണ്ടി വരും. കോടതിയിൽ നിന്നൊക്കെ ചിലപ്പോൾ സാക്ഷികളെയൊക്കെ സ്വാധീനിച്ച് നല്ല വക്കീലന്മാരുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഒരു ചെറിയ തെറ്റിന് പോലും, ഒരു ചെറിയ കള്ളത്തരത്തിന് പോലും നമ്മൾ വലിയ വില വരും ജന്മങ്ങളിൽ, ഈ ജന്മത്തിൻ്റെ അവസാന കാലം മുതലോ വരും ജന്മങ്ങളിലോ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഷാജൻ സ്കറിയ പറഞ്ഞത് ആ കുട്ടിയോട് ക്ഷമിക്കാനാണ്. ആ കുട്ടി കുറ്റബോധം കൊണ്ട് വീർപ്പ് പൊട്ടിക്കരയുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചു പോയി. അങ്ങനെ നമുക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇത് കാലത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു വലിയ സത്യമായതുകൊണ്ടും ഷാജൻ്റെ ഏത് വ്യൂ പോയിന്റിലാണ്, അതിൻ്റെ ഏത് കാഴ്ചപ്പാടിലാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് അറിയത്തില്ല. അദ്ദേഹത്തെ പെൺകുട്ടികളുണ്ടോ മക്കളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഒരു പിതാവായിട്ട് നിന്ന് അല്ലെങ്കിൽ ഒരു നല്ല ഭർത്താവായിട്ട് നിന്ന് നല്ല മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഒരു പെൺകുട്ടിയുടെ ജീവിതം അങ്ങനെ സംഭവിച്ചു പോയി, നമുക്കവരോട് പൊറുക്കാം സഹിക്കാം എന്ന് പറഞ്ഞതാണ് അദ്ദേഹം. അങ്ങനെ പറയുകയായിരുന്നു അദ്ദേഹം. എനിക്കെന്തായാലും ആ പെൺകുട്ടിയോട് പൊറുക്കാൻ കഴിയുന്നില്ല, ആ കുട്ടി ചെയ്തത് സഹിക്കാനും കഴിയുന്നില്ല. നാളെ ചിലപ്പോൾ ഇതിനൊക്കെ മാനസാന്തരമുണ്ടാവും, മാറ്റമുണ്ടാകാം. അതുകൊണ്ട് ദീപക്മാരുണ്ടാകാതിരിക്കട്ടെ. അച്ചടക്കത്തോടുകൂടി യാത്ര ചെയ്യാനും താൻ എന്താണെന്നും താൻ ഇന്നലെ വരെ എങ്ങനെ ജീവിച്ചു, ഇന്നലെ വരെ ജീവിച്ചതിൽ നിന്ന് നമ്മൾ എവിടെയാണ് വന്ന് നിൽക്കുന്നത്, ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, സത്യങ്ങളും അസത്യങ്ങളും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. സദാചാര മൂല്യങ്ങൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ വരാൻ പോകുന്നതൊക്കെ വലിയ ദുരന്തങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് നിങ്ങൾക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാം. നിങ്ങളുടെ മനസ്സിനെ സ്വതന്ത്രമായി അറിയുന്നവരോട് നിങ്ങൾക്ക് സംസാരിക്കാം, വാചാലമായി സംസാരിക്കാം, എന്തും സംസാരിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ നമ്മളെ ചൂഷണം ചെയ്യുന്ന മനുഷ്യരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വരാൻ പോകുന്നതൊക്കെ തന്നെ ഇതുപോലുള്ള മഹാദുരന്തമാണ്. അത്തരം ദുരന്തങ്ങളിൽ പോയി പെടാതിരിക്കുക. ദൈവം തന്ന ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ്. അത് സുഗന്ധവും സുലഭമായിട്ടുള്ള എല്ലാ കാറ്റും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടതാണ്. പ്രകൃതിയിലെ എല്ലാ സൗന്ദര്യങ്ങളും നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.